ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. ഒരു ഇഫ്താർ സ്നാക്ക് തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്നാക്ക് നമ്മൾ ഏതൊരു സ്നാക്ക് ഉണ്ടാക്കുമ്പോഴുള്ള ഫില്ലിങ് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. അപ്പം എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫില്ലിങ് ബാക്കിയുള്ളത് ചിക്കൻ വെച്ചിട്ടുള്ള ഫില്ലിങ് ആയതുകൊണ്ട് തന്നെ ചിക്കൻ ഓംലെറ്റ് ബജിയാണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഓംലെറ്റ് ബജി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ചിക്കൻ ചില്ലി ചട്ടിപ്പത്തിരി റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫില്ലിംഗ് ആണിത്, ചിക്കൻ ചില്ലി ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമൂസയിലേക്കുള്ള ഫില്ലിങ്ങോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫില്ലിങ്ങോ എന്ത് ഫില്ലിംഗ് ആണെങ്കിലും ഇതുപോലെ കുറച്ച് ഫില്ലിംഗ് എടുക്കുക. അതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സമൂസ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പം ചില സമയത്ത് ഫില്ലിങ്ങൊക്കെ ബാക്കി വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പം വേറൊന്നും നമ്മളിതിലേക്ക് ചേർക്കേണ്ട. കാരണം നമ്മൾ സമൂസയുടെ ഫില്ലിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം സ്പൈസ് പൗഡേഴ്സും എല്ലാം ചേർത്തിട്ട് അത്യാവശ്യം ടേസ്റ്റിലായിരിക്കും നമ്മൾ ഒക്കെ റെഡിയാക്കി വെക്കുന്നത്. അപ്പം ആ ഒരു ഫില്ലിങ്ങിൻ്റെ കൂടെ 2 മുട്ട കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മസ്റ്റാണ് കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു പാന് ചൂടാക്കുക. പാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ പാൻ വേണം എടുക്കാൻ കേട്ടോ. അതിൻ്റെ സൈസ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം വലിയ പാനിൽ വളരെ തിന്നായിട്ടുള്ള ഓംലെറ്റല്ല നമുക്ക് വേണ്ടത്. നല്ല കട്ടിയിലുള്ള ഒരു ഓംലെറ്റാണ്. എന്നാൽ ഭയങ്കര കട്ടിയും പാടില്ല. അങ്ങനത്തെ ഒരു പാൻ എടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ കുറേ ബാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പാൻ എടുക്കാം. ഇതിപ്പം കുറച്ച് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. ഓയിൽ ഒരുപാടൊന്നും വേണ്ട, ഒരുപാടുണ്ടെങ്കിൽ കുറച്ച് ഒഴിവാക്കാം. എന്നിട്ട് അതിലേക്ക് ചൂടായിട്ടുള്ള പാനിലേക്ക് വേണം നമുക്ക് ഈ ഒരു ചിക്കനും എഗ്ഗും കൂടി ഉള്ള ഈ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കട്ടി കണ്ടോ? ഈ ഒരു കട്ടിയിൽ വേണം. ഒരു 5 മിനിറ്റ് എടുക്കുമായിരിക്കും ഈ ഒരു ഓംലെറ്റ് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയിൽ ആണ് നമ്മളിപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, പൊട്ടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്കിത് പൊട്ടാണ്ട് നല്ല റൗണ്ടായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ 2 വശവും ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. അപ്പോൾ അതവിടെ ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഇത് കടലമാവാണ്. 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ളു ഉപ്പ് അല്ലെങ്കിൽ കടലമാവിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ബജിയാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പം കടലമാവിൻ്റെ ഒരു ബാറ്റർ വേണം. അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് വല്ലാണ്ട് തിന്നാവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഭയങ്കര കട്ടിയും പാടില്ല. ഞാൻ അതിൻ്റെ കൺസിസ്റ്റൻസി കാണിക്കാം. ഭയങ്കര ലൂസായിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് വിചാരിച്ച പരുവത്തിൽ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിപ്പം ഈ ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു ഓംലെറ്റിൽ നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു തിക്നെസ് വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, പൊട്ടി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊക്കെ ഒന്ന് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ വലിയ രീതിയിൽ പൊട്ടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് ഞാൻ ചൂടോട് കൂടിയിട്ടാണ് കേട്ടോ. അത് നല്ല കട്ടിയുണ്ട് കേട്ടോ. ഈ ഒരു കട്ടി തന്നെ വേണം. കട്ടി ഉണ്ടെങ്കിൽ നമുക്കിത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വല്ലാണ്ട് തിന്നാക്കണ്ടെന്നുള്ളൂ. എന്നാൽ ഇതിനേക്കാളും വേണമെങ്കിൽ കുറച്ചുകൂടെ തിന്നാക്കാം. പക്ഷേ ഈ ഒരു കട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചൂടാറിയ ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കിട്ടും. ഞാനിപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ വേണം, നമുക്ക് തിക്നെസ്സും വേണം. ഈ ഒരു ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിത് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പം ഒരു പഴംപൊരിയുടെ ടെക്സ്ചറൊക്കെ ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കുക.
ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഒരു ബാറ്ററിൽ ഓരോ പീസും മുക്കിയെടുക്കണം. നന്നായിട്ട് കോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കോട്ട് ചെയ്യണമെങ്കിൽ ഇത് അത്യാവശ്യം കട്ടി വേണം, അത്യാവശ്യമല്ല ഒരു മീഡിയം കട്ടി വേണം. എന്നിട്ട് ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. എണ്ണയുടെ ചൂടും മസ്റ്റാട്ടോ, വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇത് ഫ്രൈ ചെയ്യരുത്. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് വേണം ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബാക്കി വന്നിട്ടുള്ള ഫില്ലിങ്ങൊക്കെ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. നോമ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബാക്കി വന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും മാറ്റം ഉണ്ടാകും. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കാണുമ്പോൾ പഴംപൊരിയാണെന്ന് തോന്നും, പക്ഷെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ കണ്ട നന്നായിട്ട് കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോട്ടിങ് നന്നായിട്ട് കിട്ടണമെങ്കിൽ ഈ കടലമാവിൻ്റെ ബാറ്റർ അത്യാവശ്യം തിക്നെസ് വേണം, എന്നാലേ കോട്ടിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ രണ്ട് വശവും നല്ല ഗോൾഡൻ കളറിൽ ആയ ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് വറുത്ത് മാറ്റുവാണിത്. എണ്ണ ഒന്നും അധികം ഒന്നും വലിച്ച് കുടിക്കാത്തൊരു സ്നാക്കാട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല മൊഞ്ചാണ്. പിന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് കുറേ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് ഈ ഒരു ചിക്കൻ ഓംലെറ്റ് ബജി. അപ്പോൾ ഇതിപ്പോൾ കടലമാവിൽ മുക്കി ഫ്രൈ ചെയ്യാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാനത് ഓംലെറ്റ് ഉണ്ടാക്കിയ ശേഷം റോസ് ഓരോ പീസ് കൊണ്ടുപോയിട്ട് അത് കുറേയൊക്കെ തീർത്തു. അപ്പോൾ ഞാൻ ഈ ഒരു ബാച്ച് മാത്രമേ ഫ്രൈ ചെയ്യുന്നുള്ളൂ. ഇതാ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പരുവത്തിലായിരിക്കും ഉണ്ടാവുന്നത്. ഞാൻ ഈ ഒരു റെസിപ്പി കഴിഞ്ഞ വർഷത്തെ റമദാനിന് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓംലെറ്റ് ബജി എന്ന് പറഞ്ഞിട്ട്, അത് സിമ്പിളായിട്ട് നമ്മൾ ഓംലെറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതേപോലെ കുറച്ച് കട്ടിയിൽ ഉണ്ടാക്കിയിട്ട് ഈ സെയിം മെത്തേഡ് തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ചിക്കൻ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ ചേർത്തിട്ടുള്ളതാണ്. അപ്പം എല്ലാവിധ ഫില്ലിങ്ങും വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാ റമദാൻ റെസിപ്പീസും ട്രൈ ചെയ്യുക. എന്നിട്ട് എനിക്ക് അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ഫീഡ്ബാക്സോ ഒക്കെ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോയുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.